മെഡിക്കൽ കോളേജ് എന്ന പേരിൽ ഭീമമായ തുക BSc നഴ്സിംഗിന് വാങ്ങിക്കുന്ന ബാംഗ്ലൂരിന് അല്പദൂരത്തിൽ തുംകൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രവർത്തിച്ചു വരുന്ന ശ്രീദേവി കോളേജ് ഓഫ് നഴ്സിംഗ് ഈ KEയുടെ അലോട്ട്മെന്റുമായിട്ട് പല കുട്ടികളും ഈ മെഡിക്കൽ കോളേജ് പറഞ്ഞ് അവിടെ ചെന്നിരുന്നു. കോളേജ് കയറുന്നതിന് മുമ്പ് വെളിയിൽ വെച്ച് പല ഏജന്റുമാരും കുട്ടികളും രക്ഷിതാക്കളും ഭീഷണിപ്പെടുത്തി ഓടിച്ചു. ഇവിടെ നിങ്ങൾ ഈ ഫീസല്ല, ഇതിലും കൂടുതൽ ഫീസ് കൊടുക്കണം, നിങ്ങൾ എവിടെ ചെന്ന് പരാതി കൊടുത്താലും ഒന്നുമില്ല. ആയിക്കോട്ടെ, നമുക്ക് അറിയേണ്ടത് ഇനിയിപ്പോൾ അവിടെ ക്ലാസ് തുടങ്ങി. കഴിഞ്ഞ കൊല്ലം 2024 9-ാം മാസത്തിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. സീറ്റ് കൂട്ടാനായിട്ട് 2024 11-ാം മാസം സർക്കുലർ ഇറങ്ങി. ഈ സർക്കുലർ കണ്ടോ, 100 സീറ്റ് 250 സീറ്റാക്കി. ഈ സീറ്റ് 250 സീറ്റാക്കി. അതിന്റെ പേരിൽ തന്നെയാണ് ഇവര് പിള്ളേരെ രക്ഷിതാക്കളും പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് ഇത്രയും ഫീസ് കൊടുത്താലും ഇവിടെ കുറ്റമറ്റ നേഴ്സിംഗ് പഠനമാണോ ലഭ്യമാകുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു, കോളേജിന്റെ അടിയാധാരം യൂണിവേഴ്സിറ്റി ലഭ്യമാകും. അങ്ങനെ ഇതാ ഒരു ഫയൽ ഞാൻ ഇതിന്റെ ആദ്യത്തെ കമന്റ് ബോക്സ് പിൻ ചെയ്യുന്നുണ്ട്. അത് ഓപ്പൺ ചെയ്ത് പരിശോധിക്കണം. ഈ കോളേജിനെ പറ്റിയുള്ള സർവ്വ ഡീറ്റെയിൽസും ഉണ്ട്. LIC ഇൻസ്പെക്ഷൻ റിപ്പോർട്ടും LIC ഇൻസ്പെക്ഷൻ സമയത്ത് സമർപ്പിച്ച കോളേജിനെ പറ്റിയുള്ള എല്ലാ രേഖകളുമാണ്. നിങ്ങൾ ചെയ്യേണ്ട ഇതിനകത്ത് ടീച്ചേഴ്സ് ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരുടെയും ഡീറ്റെയിൽസ് ഉണ്ട്. MScക്കാർ എത്ര പേര് വേണം, ട്യൂട്ടേഴ്സ് എത്ര പേര് വേണം, ക്ലിനിക്കൽ ഇൻസ്ട്രക്ടർമാർ എത്ര പേര് വേണം, ഇവരെല്ലാവരെയും LIC ഇൻസ്പെക്ഷൻ വന്ന 3 പേര് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതെടുത്തിട്ട് പ്രിൻസിപ്പാളിന് ചോദിക്കണം, ഞങ്ങൾ ഈ അധ്യാപകരെല്ലാവരെയും കാണിച്ചു തരാൻ ആവശ്യപ്പെടുക. ആരെങ്കിലും ഇല്ല, ലീവിന് പോയി അല്ലെ റിസൈൻ ചെയ്യുന്നവരെ പകരം ആരാണ് വന്നതെന്ന് കാണിച്ചു തരിക. അങ്ങനെയെങ്കിലും നിങ്ങൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിച്ചേ. അല്ലെങ്കിൽ നിങ്ങൾ ഈ നേഴ്സിംഗ് പഠനം കൊണ്ട് എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? അതുപോലെ അവിടുത്തെ മാസ്റ്റർ റൊട്ടേഷൻ പ്ലാൻ പ്രത്യേകം ചോദിച്ചു വാങ്ങണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ആ യൂണിഫോം ഒക്കെ ഇട്ട് വരുമ്പം ഐ എം എ പെർഫെക്റ്റ് നേഴ്സ് എന്നതാ ആത്മധൈര്യത്തോടെ പറയണ്ടേ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ പ്രിൻസിപ്പാളിനോട് ചോദിക്കണം. 2024-25 ഈ വർഷം 25-26 അവിടെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിനും MSc നഴ്സിംഗിനും അഡ്മിഷൻ എടുത്ത മുഴുവൻ പിള്ളേരെയും ക്യാമ്പസിൽ ഒന്ന് കാണിച്ചു തരാൻ ആവശ്യപ്പെടണം. അതും കൂടെ ഉറപ്പാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ അഫിലിയേഷനെ യാതൊന്നും ബാധിക്കില്ല എന്നും കൂടെ ഉറപ്പുവരുത്താം. താല്പര്യമുള്ളവരും മാത്രം, എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ നിങ്ങളൊക്കെ നല്ലൊരു നേഴ്സായി വെളിയിൽ വന്നാൽ സമൂഹത്തിന് പ്രയോജനം വരും. അതുകൊണ്ട് മാത്രം പറഞ്ഞു തരുന്നു.